ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ ശാരദാമ്മ പറഞ്ഞനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് തൊഴാനായി എത്തണം. ഈ സമയം ക്ഷേത്രത്തിൽ നേരത്തെ തന്നെ മറ്റൊരാളുടെ വരവിനായ പ്രതീക്ഷയോടെ ഒരു കൂട്ടുകാരൻ കാത്തുനിന്നു. ഇത്രയും നേരമായിട്ടും അവൻ എന്താ എത്താത്തത്? അല്ല, അവൻ എത്തേണ്ട സമയമായല്ലോ. ഹർഷൻ എന്താ വരാത്തത് എന്നാലോചിച്ച് അങ്ങനെ അയാൾ സംശയത്തോടെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ് വരുന്നത് അയാൾ കണ്ടു. അത് ഹർഷന്റെ കാർ തന്നെയാണല്ലോ എന്ന് അയാൾ പുഞ്ചിരിയോടെ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ മുന്നിലേക്ക് കാറ് വന്ന് നിർത്തിയതും ആ കൂട്ടുകാരനെ നോക്കി ചിരിച്ചുകൊണ്ട് ഹർഷൻ കാറിൽ നിന്നിറങ്ങി. വളരെ സന്തോഷത്തോടെ വന്ന് ഹർഷൻ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. നീ എന്താടാ ഇവിടെ? അല്ല, നീ ഇവിടെ വരാറുണ്ടോ? എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് നീ വരില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്താ ഇന്ന് എങ്ങോട്ട് ഇറങ്ങിയത് എന്ന് ഹർഷൻ കൂട്ടുകാരനോട് ചോദിച്ചപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, അത് എന്റെ ഭാര്യ വീട് ഇവിടെ അടുത്താണ്. അവരുടെ ബന്ധുക്കളും എന്റെ ഭാര്യയൊക്കെ ചേർന്ന് അവരുടെ വീട്ടില് ചില കുടുംബ പ്രശ്നങ്ങൾ, അതിന് ഒരു പരിഹാരം തേടാനായിട്ട് ഇവിടുത്തെ ജ്യോത്സ്യരെ കാണാനായി എത്തിയതാണ്. ജ്യോത്സ്യരോട് സംസാരിക്കാനായിട്ട് അവർ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാ നിന്നോട് കൂടി ഒന്ന് സംസാരിക്കാമെന്ന്, അതിനാ നിന്നെ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ, അല്ല എന്നിട്ട് കണ്ടോ ജ്യോത്സ്യരെ എന്ന് ചോദിച്ചപ്പോ, ഇല്ല, കുറച്ച് സമയം കൂടി കഴിയുമെന്നാണ് പറഞ്ഞത്, അവർ വെയിറ്റ് ചെയ്യുന്നു എന്ന് ആ കൂട്ടുകാരൻ അറിയിച്ചു. അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഹർഷൻ വിശേഷങ്ങളെ ചോദിച്ച് സംസാരിച്ചു തുടങ്ങാൻ നിൽക്കുമ്പോൾ അവിടേക്ക് മറ്റൊരു കാറിൽ മധുശ്രീ വന്നെത്തി. മധുശ്രീ കാറ് വന്ന് നിർത്തിയതും മുന്നിൽ പുഞ്ചിരിയോടെ നിന്ന് കൂട്ടുകാരനോട് സംസാരിക്കുന്ന ഹർഷനെ കണ്ടതോടെ മധുശ്രീക്ക് ആകെ ടെൻഷനായി. ദൈവമേ, ഇവനോ? ആ ഹർഷനല്ലേ ഇത്, കാർത്തികയുടെ കാമുകൻ? അവനെന്താ ഇവിടെ? അവൻ വീണ്ടും കുറ്റിയും പറിച്ചിങ്ങോട്ട് പോന്നിരിക്കുകയാണോ? കാര്യങ്ങൾ ഓരോന്നും ഞാൻ ഓരോ കരക്കടിപ്പിക്കുമ്പോ അതെല്ലാം തകർത്തെറിയാനായിട്ട് ഓരോന്നും ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചോളും. ഇവനെ എങ്ങാനും ആ കാർത്തിക കണ്ടാൽ അതോടെ തീർന്നുവല്ല. ഞാൻ എന്തെല്ലാം കള്ളങ്ങളാണ് പടച്ചു വിട്ടിരിക്കുന്നത്. ഇവനെ മുൻനിർത്തി ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അത് പെറ്റ അമ്മ പോലും സഹിക്കുന്നതല്ല. ആ നിലയ്ക്ക് ആ കാർത്തിക ഇവനെ കണ്ടാൽ അതോടെ തീരും എല്ലാം. ഇന്നത്തോടെ എല്ലാത്തിനും സമാപനവുമാകും. ഇന്ന് നടക്കാൻ പോകുന്ന വിവാഹവും അതോടെ അവസാനിക്കും. അപ്പോഴാണ് കൂട്ടുകാരൻ ഹർഷനോട് ചോദിച്ചത്, അല്ല എന്തായാലോ തന്റെ അന്വേഷണം? എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചതും ഹർഷൻ പറഞ്ഞു, ഇതുവരെ ഒന്നും ലഭിച്ചില്ല, എങ്കിലും എന്റെ അന്വേഷണം തുടരുന്നു എന്ന് ഹർഷൻ മറുപടി നൽകി കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മധുശ്രീ ആ ഹർഷനെ എങ്ങനെ അവിടെ നിന്ന് മാറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇനിയിപ്പോ എന്താണ് ഈശ്വര സംഭവിക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സത്യഭാമയുടെ കാറ് വന്ന് അവിടേക്ക് നിന്നു. കാറിൽ നിന്ന് വിഷ്ണുവും സത്യഭാമയും കൂടെ കാർത്തികയും പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടതോടെ എല്ലാം അവസാനിച്ചു എന്ന് മധുശ്രീ തലയിൽ കൈവച്ച് ആലോചിച്ചു. ദൈവമേ, ഇത് എന്തൊരവസ്ഥയാ! ഓരോ മരണങ്ങള് കൂട്ടത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ആ ഹർഷനെ കാർത്തിക കണ്ടാൽ അതോടെ തീരും എല്ലാം. ഇന്ന് അവൾ അവനെ കണ്ടാൽ ഇനി ഇന്നത്തെ വിവാഹവും നടക്കില്ല, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളും നടക്കില്ല, എല്ലാം കുളമാവുക തന്നെ ചെയ്യും. ഇനി ഞാൻ എന്താ ചെയ്യുക? ഇനി ആ ശാലിനിയുടെ മാത്രം കുറവേ ഉള്ളൂ. അവള് കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ശുഭമായി എന്ന് ആലോചിച്ചുകൊണ്ട് ഇനി ഈ ശാലിനിയുടെ വരവൂടി വന്നാൽ ഈ കോറം തികയും എന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു മധുശ്രീ. അപ്പോഴേക്കും സത്യഭാമയ്ക്ക് ഒരു ഫോൺ കോൾ വന്നത് കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയ സത്യഭാമ ഫോണിൽ സംസാരിച്ചങ്ങനെ നിന്നു. ഈ സമയത്ത് മധുശ്രീ ആലോചിച്ചു, ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ തീരൂ. ഉടനെ അല്പനേരം ആലോചിച്ചിട്ട് മധുശ്രീ പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ, ഞാനേ ഒരു വഴി കണ്ടുപിടിച്ചു. എന്തായാലും ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യാൻ പോവാ. എന്റെ കൂടെ നിന്നേക്കണേ, എനിക്ക് കൂടി ഒന്ന് നിന്ന് തന്നാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് വേഗം ദൈവത്തോട് അങ്ങനെ ഒരു അപേക്ഷ വെച്ചിട്ട് ഉടൻ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി മധുശ്രീ വേഗം സത്യഭാമയുടെയും കാർത്തികയുടെ അരികിലേക്ക് ഓടിയെത്തി. വിഷ്ണു മധുശ്രീയുടെ വരവ് കണ്ടതോടെ ആകെ സംശയത്തോടെ നോക്കി. ഉടനെ തന്നെ മധുശ്രീ ഓടിയെത്തിയപ്പോ മധുശ്രീയെ കണ്ട സത്യഭാമ, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അല്ല, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ മധുശ്രീ പറഞ്ഞു, അല്ല എനിക്ക് എന്റെ പരിചയമുള്ള ഒരു ശാന്തിക്കാരൻ ഇവിടെയുണ്ട്. വിവാഹത്തിന് മുൻപ് എന്തെങ്കിലും പൂജകൾ ചെയ്യാനുണ്ടെങ്കിൽ അവനോട് സംസാരിച്ച് പ്രത്യേക വഴിപാടുകൾ കഴിപ്പിക്കാം, പെട്ടെന്ന് രസീത് ചീട്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അത് കേട്ടതും മധുശ്രീയുടെ സംസാരം കേട്ട് സത്യഭാമ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇവിടുത്തെ ശാന്തിക്കാരനെ ഞങ്ങൾ കയറി കണ്ടോളാം, അതിനാറെ ശുപാർശയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ മധുശ്രീയോട് സംസാരിക്കുന്ന സത്യഭാമയുടെ ആ വാക്കുകൾ കേട്ട് വിഷ്ണു ദേഷ്യത്തോട് ചോദിച്ചു, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അത് കേട്ട ഉടനെ തന്നെ മധുശ്രീ പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ, പിന്നെ വിവാഹത്തിന് മുമ്പ് ഇവിടെ കഴിപ്പിക്കേണ്ട
ചില പ്രധാന വഴിപാടുകളുണ്ട്. അതും ഇവിടെ നടത്തണം. ഇനി ഇവരുടെ വിവാഹത്തിന് യാതൊരു മുടക്കവും സംഭവിക്കാതെ വിവാഹം മംഗളകരമായി നടക്കുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകൾ കഴിപ്പിക്കണം. ഇനി അഥവാ പെട്ടെന്ന് വിവാഹം നടക്കാൻ ഒരു തടസ്സവും കൂടാതെ വിവാഹം നടത്തുന്നതിനുള്ള കുറുക്കു വഴികളും അയാൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, ഒരു കുറുക്കു വഴിയുടെ ആവശ്യമില്ല. നേരായ മാർഗത്തിൽ തന്നെയാണ് ഞാൻ ഈ വിവാഹം നടത്താൻ പോകുന്നത്. അത് തടയാനായിട്ട് ഒരാളും വരാൻ പോകുന്നില്ല. ആർക്കും അതിന് കഴിയേയില്ല എന്ന് സത്യഭാമ പറയുമ്പോ മധുശ്രീ മനസ്സിൽ ചിന്തിച്ചു, ആര് പറഞ്ഞു ആർക്കും അതിന് കഴിയില്ല എന്ന്? അതിന് സാധിക്കുന്ന ഒരുവനാണല്ലോ ദാ അപ്പുറത്ത് നിൽക്കുന്നത്. ഇന്ന് ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് മധുശ്രീ അങ്ങനെ ആലോചിച്ച് വെക്കുമ്പോ സത്യഭാമ വിഷ്ണുനോട് പറഞ്ഞു, എടാ വിഷ്ണു, വാ നമുക്ക് വഴിപാട് കഴിക്കാൻ പോകാം. പെട്ടെന്ന് മധുശ്രീ മുന്നിലേക്ക് കയറി സത്യഭാമയെ തടയുന്നത് പോലെ പറഞ്ഞു, അല്ല സത്യാമ്മേ, ഇവിടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നേരായ വഴി കൂടി ആകണ്ട എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അല്ല, ഇത് നേരായ വഴി തന്നെയല്ലേ. ഈ വഴിയാണല്ലോ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് കയറുന്നത്, ഈ കിഴക്കേനട വഴി എന്ന് പറഞ്ഞതും ഉടനെ മധുശ്രീ ചോദിച്ചു, അല്ല സത്യാമ്മേ, കുബേരന്റെ ദിശ ഏതാണ്? അത് പറ. വടക്കല്ലേ? അപ്പോ കുബേരന്റെ ദിശയിലൂടെ കയറുന്നതല്ലേ നല്ലത്? നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയല്ലേ? അപ്പോ അത് നേടണമെങ്കിൽ നമ്മൾ കുബേരന്റെ വശത്തൂടി വേണ്ടേ കയറാൻ? അതുകൊണ്ട് വടക്ക് ദിശ വഴി വേണം സത്യാമ്മേ നമ്മൾ ക്ഷേത്രത്തിൽ കയറാൻ എന്ന് സത്യഭാമയോട് മധുശ്രീ പറഞ്ഞു. അല്ല, എന്താ സമ്പത്തും ഐശ്വര്യവും വേണ്ട എന്നാണോ സത്യാമ്മ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അങ്ങനെയല്ല, അതൊക്കെ വേണം എന്നിങ്ങനെ പറഞ്ഞു. എന്നാ വാ സത്യാമ്മേ, ദാ ഈ വഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് സത്യഭാമയെ മധുശ്രീ ആ വഴി ചൂണ്ടിക്കാട്ടുന്നത് കണ്ട് ഉടനെ സത്യഭാമ വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു, എടാ മോനെ, എന്നാ നമുക്ക് ആ വഴി തന്നെ പോകാം. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്ന് ചോദിച്ചതും, എടാ നീ വാടാ എന്ന് പറഞ്ഞ് സത്യഭാമ മധുശ്രീ പറഞ്ഞ ആ വടക്കേ നടവഴി അകത്തേക്ക് കയറാനായി വിഷ്ണുവിനോടൊപ്പം ആ വടക്കേ നട ലക്ഷ്യം വെച്ച് മടങ്ങി. അപ്പോഴാണ് കാർത്തിക അവിടെ നിൽക്കുന്നത് കണ്ടതോടെ മധുശ്രീ പറഞ്ഞു, കണ്ടോ എന്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് സ്മരണ വേണം, സ്മരണ എന്ന് കാർത്തികയോട് മധുശ്രീ പറഞ്ഞു. അത് കേട്ടതും മധുശ്രീ ചിരിച്ചു. മധുശ്രീയുടെ വാക്കുകൾ കേട്ട് കാർത്തിക ചിരിച്ചുകൊണ്ട് തലയാട്ടിയിട്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. പിന്നീട് സത്യഭാമ കാർത്തികയെ എന്ന് വിളിച്ചതും ദാ വരുന്നു സത്യാമ്മ എന്ന് പറഞ്ഞ് കാർത്തിക മധുശ്രീയുടെ അരികിൽ നിന്ന് വേഗം സത്യഭാമയുടെയൊക്കെ അരികിലേക്ക് നടന്നു പോകുന്നു. ഈ സമയത്ത് ശാലിനി ക്ഷേത്രത്തിൽ തൊഴാനായി അവിടേക്ക് വന്നിറങ്ങി. ശാലിനിയെ കണ്ടതോടെ മധുശ്രീക്ക് ആകെ ടെൻഷനായി. ദൈവമേ, അവളും എത്തിയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നാലോചിച്ച് ആശങ്കയോടെ അങ്ങനെ മധുശ്രീ നിൽക്കുമ്പോൾ കാറിൽ നിന്നിറങ്ങിയ ശാലിനിക്കും പെട്ടെന്ന് ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. കോൾ അറ്റൻഡ് ചെയ്ത് ആകെ നിരാശയോടെ ശാലിനി ഭഗവാനെ തൊഴാനായി ക്ഷേത്രത്തിന് നേരെ തിരിഞ്ഞതും അപ്പുറത്ത് മാറി നിന്ന് കൂട്ടുകാരനോട് സംസാരിച്ചു നിൽക്കുന്ന ഹർഷനെ ശാലിനി കാണുന്നു. അല്ല, അത് ഹർഷനല്ലേ എന്ന് വളരെ സന്തോഷത്തോടെ ശാലിനി ഹർഷനെ കണ്ട ആശ്വാസത്തിൽ പുഞ്ചിരിയോടെ നോക്കി. പെട്ടെന്നാണ് ശാലിനി ഓർത്തത്, ഈശ്വര, നീ എന്റെ മുന്നിൽ ഹർഷനെ കൊണ്ടുവന്നല്ലോ, നന്ദിയുണ്ട്, 1000 നന്ദിയുണ്ട് എന്ന്. ശാലിനി ഹർഷനെ കണ്ട സമാധാനത്തിൽ സന്തോഷത്തോടെ ഹർഷന്റെ അരികിലേക്ക് നടന്നു പോകുന്നത് കണ്ട് തൊട്ടപ്പുറത്ത് നിന്ന മധുശ്രീ ആകെ ടെൻഷനിലായി. അപ്പോഴാണ് ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി വരുന്ന ഒരു ചേച്ചി ശാലിനിയുടെ അരികെ ആ സൈഡ് ചേർന്ന് നടന്നു വരുന്നത് മധുശ്രീ കണ്ടത്. വേഗം തന്നെ ആ ചേച്ചിയെയും ശാലിനിയും കൂടി തട്ടി വീഴിക്കണമെന്ന ചിന്തയിൽ മധുശ്രീ ഓടി വന്ന് ശാലിനിയെ തട്ടിയിട്ടു. ശാലിനിയും ആ ചേച്ചിയും കൂടി നിലത്തേക്ക് വീണു. ഉടനെ കാറിൽ ഇരുന്ന രാമേട്ടൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് ശാലിനിയുടെ ആ മൊബൈൽ ഫോൺ ശാലിനിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അപ്പോഴേക്കും നിലത്ത് വീണ് കിടന്നിരുന്ന ആ ചേച്ചിയെ ശാലിനി പിടിച്ചെഴുന്നേൽപ്പിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചതും ആ ചേച്ചി പറഞ്ഞു, ഇല്ല, നമ്മളെ തട്ടിയിട്ടവളെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ചേച്ചി അങ്ങ് പോകുമ്പോ ശാലിനി നേരത്തെ ഹർഷൻ നിന്ന സ്ഥലത്തേക്കൊക്കെ നോക്കി. അവിടെ എങ്ങും തന്നെ ഹർഷനെ കാണാതായതോടെ ശാലിനിക്കാകെ ടെൻഷനായി. ശാലിനി വേഗം അവിടേക്ക് ഓടി വന്ന് ആ പരിസരം മൊത്തത്തിലായി നോക്കി. നിരാശയോടെ ശാലിനി ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈശ്വര, കൺമുന്നിൽ കൊണ്ടുവന്ന് കാട്ടി തന്നിട്ടും അതിന്റെ ഫലം അനുഭവിക്കാനുള്ള യോഗമില്ലാതായി പോയല്ലോ എന്ന് സങ്കടത്തോടെ ശാലിനി ആലോചിച്ചു. അതിനുശേഷം ശാലിനി വേഗം തന്നെ അവിടുത്തെ സെക്യൂരിറ്റിയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, കുറച്ചും അവിടെ സംസാരിച്ചിരുന്ന 2 പേര് അവരെങ്ങോട്ടാ പോയതെന്ന് കണ്ടോ? ഉടനെ സെക്യൂരിറ്റി പറഞ്ഞു, അയ്യോ മേഡം, ഞാനത് കണ്ടില്ല, ഞാനിവിടെ നിന്ന് അവർ സംസാരിക്കുന്ന മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ശാലിനി തന്റെ കയ്യിലിരുന്ന ആ ഫോട്ടോ ആ സെക്യൂരിറ്റിയെ കാണിച്ചു കൊടുത്തു. ഇയാളാണ് ആള്. ഇയാളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കണം. ഒരു
ഫോൺ നമ്പർ പറയുമോ, ഞാൻ സെൻഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞത്. സെക്യൂരിറ്റി ശാലിനിക്ക് നമ്പർ പറഞ്ഞു കൊടുത്തു. ശാലിനി ആ നമ്പറിലേക്ക് ഹർഷന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അതിനുശേഷം തന്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാൻ, അഥവാ അയാളെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് ശാലിനി വേഗം ക്ഷേത്രത്തിനകത്തേക്ക് കയറി. അപ്പോഴാണ് സത്യഭാമയും കാർത്തികയും എല്ലാം ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അകത്ത് കയറിയ സത്യഭാമ വിഷ്ണുവോട് പറഞ്ഞു, എടാ മോനെ, നമുക്ക് ക്ഷേത്രത്തിൽ ചില വഴിപാടുകൾ, വിവാഹത്തോടനുബന്ധിച്ച് ചില വഴിപാടുകൾ നടത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഷീട്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സത്യഭാമ പോകുമ്പോ വിഷ്ണു ആകെ കലിയോടെ സത്യഭാമയും കാർത്തികയും നോക്കി. നമ്മൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുമ്പോ ഇവിടെ ചില ചടങ്ങുകളുണ്ട് എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് പോയി. അപ്പോഴാണ് കാർത്തികയെ നോക്കി ദഹിപ്പിക്കുന്ന രീതിയിൽ വിഷ്ണു ഒരു നോട്ടം നോക്കിയതിനു ശേഷം വിഷ്ണു അവിടെ നിന്ന് മാറി നിൽക്കുന്ന നേരത്ത് കാർത്തികയും വിഷ്ണുവും സത്യാമ്മയും ഒക്കെ നിന്നതിന് തൊട്ടടുത്തായിട്ട് ഹർഷൻ അവിടെ നിൽക്കുന്നത് സത്യഭാമയുടെ വിഷ്ണുവിന്റെയും മുന്നിലൂടെ ഹർഷൻ ആ രസീത് കൗണ്ടറിനരികിൽ നിൽക്കുന്നത് കണ്ടു. രസീത് കൗണ്ടറിനരികിൽ നിന്ന് റെസീറ്റ് എഴുതുന്ന ആ ഹർഷനെ കണ്ടതോടെ മധുശ്രീക്കാകെ ടെൻഷനായി. സത്യഭാമ വീണ്ടും കൗണ്ടറിനരികിൽ വന്ന് വഴിപാട് കഴിപ്പിക്കാനായി, അത് റെസീറ്റ് ആക്കാനായിട്ട് അവിടെ വന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് അവിടെ നിൽക്കുന്ന ആ തെങ്ങിനോട് ചേർന്ന് ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് സത്യഭാമ കണ്ടു. വിവാഹിതരാകുന്നവർ എന്നുള്ള രീതിയിൽ കാർത്തികയുടെയും വിഷ്ണുവിന്റെയും ഫോട്ടോയും വിവാഹ മുഹൂർത്തവും സ്ഥലവും ഒക്കെ എഴുതി അതിൽ വെച്ചിരിക്കുന്നത് കണ്ട് വലിയ സന്തോഷത്തിലായി സത്യഭാമ. അതിനുശേഷം സത്യഭാമ വേഗം തന്നെ അവിടേക്ക് എത്തി. പിന്നീട് ആ ഫ്ലെക്സ് കണ്ടിട്ട് സന്തോഷത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു, മോനെ വിഷ്ണു, നീ നോക്കിക്കേ, ഇത് കണ്ടോ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ക്ഷേത്രം കമ്മിറ്റിക്കാർ ചെയ്യുന്ന ജോലി ചെയ്ത് ഇവിടെ വിവാഹം നടക്കാൻ പോകുന്ന ആളുകളുടെ ഫ്ലെക്സ് അവരുടെ ചെലവിൽ തന്നെ അവർ അടിച്ചു വെക്കും എന്ന് പറഞ്ഞു. എന്ത് ഭംഗിയാ കാണാനല്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു കലിയോടെ സത്യഭാമയെ നോക്കി. അപ്പോഴാണ് കാർത്തികയുടെ അരികിലേക്ക് മധുശ്രീ ഓടിയെത്തിയത്. അല്ല കാർത്തികൻ, നീ ഇവിടെ ഐക്യമത്യ പൂജ അത് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് കാർത്തിക മറുപടി നൽകി. അതെ, ഇപ്പോ നീ മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളെയാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തകർച്ചകളൊന്നും ഉണ്ടാകാതിരിക്കാനും അങ്ങനെ ഒരു ശല്യം എന്നേക്കുമായി ഒഴിവാക്കി പോകുന്നതിനു വേണ്ടിയുമാണ് ഐക്യമത്യ പൂജ ഇവിടെ നടത്താറുള്ളത് എന്ന് മധുശ്രീ കാർത്തികയോട് പറഞ്ഞു. അതുകൊണ്ട് ആ പൂജ നടത്താൻ മറക്കരുത് എന്ന് കാർത്തികയെ ഓർമ്മപ്പെടുത്തുന്നു മധുശ്രീ മനഃപൂർവ്വം ശാലിനിയുടെയും ഹർഷന്റെയും കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതിന് വേണ്ടിയും കാർത്തികയിൽ നിന്നും ഹർഷനെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയും പല കരുനീക്കങ്ങളും നടത്തി. അപ്പോഴാണ് ശാലിനി വേഗം അവിടുത്തെ രസീത് കൗണ്ടറിന് അരികിലേക്ക് എത്തി. ശാലിനി അവരോട് തനിക്ക് തന്റെ കയ്യിലുള്ള ഫോട്ടോ കാണിച്ച് ഇയാളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഈ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ശാലിനി വീണ്ടും തന്റെ കയ്യിലുള്ള ആ ഫോട്ടോകൾ കാണിച്ചു. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്ന രീതിയിൽ ശാലിനി ആ ഫോട്ടോ കാണിച്ച് ഹർഷനെ അവരെ ബോധ്യപ്പെടുത്തി. ആ സമയത്ത് ഹർഷനെ കുറിച്ച് അവിടുത്തെ ക്ഷേത്ര രസീത് കൗണ്ടറിൽ നിന്ന്, ക്ഷേത്രത്തിന്റെ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് വന്നു. ശാലിനിക്ക് എതിരായിട്ടുള്ള ആ അനൗൺസ്മെന്റ് കേട്ടതും കാർത്തികയ്ക്ക് വല്ലാത്ത ആശങ്കയായി. ഹർഷൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും വേഗം കമ്മിറ്റി ഓഫീസിൽ എത്തുക എന്നതായിരുന്നു അവരുടെ ആവശ്യം. അത് കേട്ടതും ആകെ ടെൻഷനോടെ ശാലിനി തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചതിന് നിരാശയിൽ ശാലിനി ക്ഷേത്രത്തിൽ നിന്ന് പോകാനായി അവിടേക്ക് നടന്നു വരുമ്പോഴാണ് ക്ഷേത്ര വളപ്പിന് വാതിൽക്കലായിട്ട് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടത്. ഉടൻ തന്നെ ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു. ശാലിനി എന്ന് വിഷ്ണു വിളിക്കുമ്പോൾ ശാലിനി അരികിലെത്തി വിഷ്ണുവോട് പറഞ്ഞു, വിഷ്ണുവേട്ടാ. അപ്പോഴേക്കും വിഷ്ണു ശാലിനിയെ നോക്കിയിട്ട് ചോദിച്ചു, എനിക്കറിയാം നീ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന്, എല്ലാ രീതിയിലും അന്വേഷണം തുടരുന്നുണ്ടെന്നും ഞാനും അന്വേഷിക്കുന്നുണ്ട് എന്ന് വിഷ്ണു മറുപടി നൽകി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഒരിക്കലും വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഈ അല്പനിമിഷം മുമ്പ് വരെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്നങ്ങനെ പറഞ്ഞത്. പക്ഷേ വിഷ്ണുവേട്ട, ഇനി എനിക്ക് വിഷ്ണുവേട്ടനോട് സംസാരിക്കാനും സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനും ഇന്ന് 12 മണി വരെയല്ലേ അതിന് കഴിയൂ. അതിനുശേഷം പിന്നെ വിഷ്ണുവേട്ടനും ഞാനും വെറും അപരിചിതർ മാത്രമായി മാറുമല്ലോ. അതുകൊണ്ട് അതിനുശേഷം എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വിഷ്ണുവേട്ടൻ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിക്കണം. എപ്പോഴെങ്കിലും വിഷ്ണുവേട്ടൻ എന്നെ കൂടെ കൂട്ടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിഷ്ണുവേട്ടൻ മറുപടി പറയണം. എപ്പോഴെങ്കിലും ഈ ശാലിനിയെ
ചേർത്ത് നിർത്തണമെന്നും നിർത്തണമെന്നും വിഷ്ണുവേട്ടന് ഏതെങ്കിലും നിമിഷത്തിൽ തോന്നിയിട്ടുണ്ടോ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു. വിഷ്ണുവിടെ കണ്ണുകൾ നിറയുകയും ശാലിനിയെ നോക്കി വിഷ്ണു വേഗം ശാലിനിയുടെ കൈകൾ കടന്നു പിടിച്ചുകൊണ്ട് ചോദിച്ചു, എടോ, ഇയാൾ അപ്പോ അങ്ങനെയാണോ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് എന്ന് വിഷ്ണു ശാലിനിയോട് അന്വേഷിച്ചു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയും എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, അല്ല വിഷ്ണുവേട്ടാ, എന്റെ സങ്കടങ്ങൾ ഞാൻ മാത്രമല്ലേ കേട്ടിരുന്നിട്ടുള്ളൂ. എന്റെ സങ്കടങ്ങൾ ഒരിക്കലും ഞാൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞിട്ടില്ല, വിഷ്ണുവേട്ടൻ അറിഞ്ഞിട്ടുമില്ല, അല്ലെ? എന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഞാൻ എന്നോട് തന്നെയാ പറഞ്ഞിട്ടുള്ളത് എന്ന് ശാലിനി സങ്കടത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, എടോ, അപ്പൊ ഞാനോ എന്ന് ചോദിച്ചതും ശാലിനി ചോദിച്ചു, എപ്പോഴെങ്കിലും വിഷ്ണുവേട്ടനോട് ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞ് എന്റെ വിഷമങ്ങൾ പറഞ്ഞ് വിഷ്ണുവേട്ടനെ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു. വിഷ്ണു അപ്പോഴേക്കും ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, ശാലിനി, എടോ, അത് പിന്നെ എന്ന് പറയുമ്പോൾ ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ടാ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വിഷ്ണുവേട്ടന് അറിയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് 12 മണി വരെ ഈ വിവാഹം നടക്കാതിരിക്കാൻ, അതിനുശേഷവും ഈ വിവാഹം നടക്കരുതേ എന്ന് തന്നെയാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു പോംവഴി ഭഗവാൻ ഇനി കാട്ടിത്തരട്ടെ, എന്തെങ്കിലും മറിമായം ഇനി അവിടെ സംഭവിക്കട്ടെ, അല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല വിഷ്ണുവേട്ട എന്ന് ശാലിനി സങ്കടത്തോടെ വിഷ്ണുവിനോട് പറയുന്നു.